എസ് കെ, നമ്മൾ ഈ പുതിയ യാത്ര തുടങ്ങുന്നതിനൊരു പശ്ചാത്തലമുണ്ട്. നമ്മൾ 20 മണ്ഡലങ്ങളിലൂടെയുമുള്ള നമ്മുടെ മണ്ഡല പരിചയം പൂർത്തിയാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കിയുള്ളത് സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ദിവസം മുതൽ ഈ ദിവസം മുതൽ ഈ സ്ഥാനാർത്ഥികളിലേക്ക് ഇറങ്ങുകയാണ്. നല്ല കാര്യം. അപ്പോൾ നമ്മുടെ യാത്രയുടെ ആദ്യം 2 എംപിമാർ നേർക്കുനേർ പോരാടുന്ന ആ മണ്ഡലത്തിലേക്കാണ്. NDAക്ക് വേണ്ടി സംസ്ഥാനത്തെ തലയെടുപ്പുള്ള നേതാവും അവിടെ മത്സരിക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് അത് മനസ്സിലായി കാണും. കോഴിക്കോട് മണ്ഡലത്തിലെ മത്സരത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത്. ഈ മത്സരം ഒട്ടും അനായാസമല്ല 3 പേർക്കും. വെയിൽ ഉച്ചയിൽ എത്തുന്നതിന് മുമ്പ് വിശ്രമിക്കണം എന്ന് ആഗ്രഹിച്ചാണ് 3 പേരും പ്രചാരണത്തിന് എപ്പോഴും ഇറങ്ങുന്നത്. നിങ്ങൾക്കറിയാം, കനത്ത ചൂടാണ് കേരളത്തിൽ. അത് പക്ഷേ ഒരിക്കലും സാധിക്കാറില്ല എന്നാണ് വസ്തുത. കേൾക്കാം അവരുടെ പ്രചാരണ സംഭാഷണങ്ങൾ, ഒന്ന് ചെവിയോർക്കാം. അസാധ്യ രുചി, അതുല്യ സ്നേഹം, പിന്നെ തേനൂറും വർത്തമാനവും, ഇത് 3 ചേർന്നാൽ കോഴിക്കോടായി. മത്സരച്ചൂടും വെയിലും ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴും മനം കുളിർപ്പിക്കും വോട്ട് ചോദിച്ചു വരുന്നവരുടെ സംഭാഷണങ്ങൾ. ഇന്ന് നമ്മളത് കേൾക്കാൻ ഇറങ്ങുകയാണ്. പോന്നോളിൻ. ഉച്ചയ്ക്ക് മുമ്പ് ഓഫീസിൽ കയറണമെന്നു കരുതും, ഇല്ലെങ്കിൽ വീട്ടിൽ. എവിടെ നടക്കാൻ? രാവിലെ ഇറങ്ങിയാൽ വെട്ടം മങ്ങും വരെ ആൾക്കൂട്ട നടുവിൽ തന്നെ. ഇത് UDF സ്ഥാനാർത്ഥി MK രാഘവനെ പോലെ ഇടത് സ്ഥാനാർത്ഥി എളമരം കരീമിനും NDA സ്ഥാനാർത്ഥി MT രമേശിനും പക്ഷേ പ്രശ്നമുള്ള കാര്യമല്ല. ഓർക്കണേ പ്രിയ സോദരേ, ഇതാ സ്ഥാനാർത്ഥി രാഘവൻ വന്നേ, ചിഹ്നമിതാ കൈപ്പത്തി തന്നെ. 3 വട്ടം ജയിപ്പിച്ച കോഴിക്കോട് 4ാമതും ജയിപ്പിക്കാതിരിക്കുമോ? മണ്ഡലത്തിന്റെ കൽവിൽ തൊട്ട് MK രാഘവൻ ചോദിക്കുന്നു. കണ്ണൂർക്കാരനായ രാഘവേട്ടനെ 15 വർഷം മുമ്പ് ഇതുപോലെ വിഭവസമൃദ്ധമായ ഭക്ഷണമൊരുക്കി കൂടെ കൂട്ടിയതാണ് കോഴിക്കോട്ടുകാർ. ഇത്തവണയും കോഴിക്കോട്ടുകാർ കൂടെ ഉണ്ടാകും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് രാഘവേട്ടൻ. എങ്ങനെയാണ് പ്രചാരണ പരിപാടികളൊക്കെ? ദേശീയ രാഷ്ട്രീയം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒന്നൊരു ഫാസിസ്റ്റ് ഭരണ രീതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഭരണം താഴെയിറക്കാനും ജനാധിപത്യ മതേതര ഭരണം സ്ഥാപിക്കാനുമുള്ള പോരാട്ടമാണ് രാഹുൽ ഗാന്ധി ആരംഭിച്ചിട്ടുള്ളത്. അതിന് പിന്തുണക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. വർണ്ണാഭമായ പരിപാടികളാണ് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ഒരുക്കുന്നത്. കട്ടൗട്ടുകളും ബാൻഡ് മേളവും മുത്തുകുടകളുമായാണ് സ്ഥാനാർത്ഥിക്ക് സ്വീകരണം. എളമരം കരീം 3ാം ഘട്ട പ്രചാരണത്തിലാണ് ഇപ്പോൾ. മണ്ഡലം കോഴിക്കോടിൻ മനസ്സു പഠിച്ചൊരു നായകൻ വന്നേ, LDF സാരഥിയായി എളമരം കരീം മുന്നിലണഞ്ഞ്. 7 മണ്ഡലങ്ങളിൽ കൊടുവള്ളി ഒഴികെ 6ഇടത്തും LDF ആണ് എന്നതിലാണ് പ്രതീക്ഷ. ഈ തെരഞ്ഞെടുപ്പിൽ 2019 ആവർത്തിക്കരുതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവിലൊരു വാശിയുണ്ട്. അതിൻ്റെ പ്രകടനമാണ് ഈ കാണുന്നത്. ചോറുണ്ടാക്കേണ്ട സമയം, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട സമയത്ത് അതൊക്കെ നിർത്തിവെച്ച് ഈ സ്ത്രീ സഖാക്കളെല്ലാം ഇവിടെ ആവേശത്തോട് ഒത്തുചേർന്ന് ഒന്ന് കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന അത് സഹിക്കാൻ പറ്റാതെയായിട്ടുണ്ട്. പിന്നെ ദേശീയ രാഷ്ട്രീയ നയങ്ങൾ, കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന തോന്നൽ, ഇതെല്ലാം വെച്ചാണ് അവർ ഈ നിലപാടെടുക്കുന്നത്. പാർലമെൻറ്റിൽ എന്ത് ചെയ്തു എന്നുള്ളൊരു ഒറ്റ കാര്യം ചെയ്താൽ മതി. ഞങ്ങളുടെ പേരടിച്ചിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, എളമരം കരീം MP രാജ്യസഭ, എല്ലാ കാര്യം കിട്ടും. അതുപോലെ മറ്റും ചെയ്തു നോക്കൂ, ഞാൻ പറയേണ്ട കാര്യമല്ല. NDA സ്ഥാനാർത്ഥി MT രമേശും ഓരോ വോട്ടർക്കും സുപരിചിതൻ. കോഴിക്കോടിൻ മണ്ണ് നിനച്ചൊരു ചിഹ്നം താമരയാ, വന്നണഞ്ഞിത MT രമേശ് നമ്മിൽ സാരഥിയാ. UDFന്റെയും LDFന്റെയും കള്ളക്കളികൾ ജനം കാണുന്നുണ്ടെന്ന് ആത്മവിശ്വാസത്തോടെ സ്ഥാനാർത്ഥി. രാത്രി ഏറെ വൈകിയും പ്രചാരണത്തിലാണ്. ഇനി മറ്റൊരു ഇടത്തേക്കുള്ള യാത്രയിലാണ്. രമേശ് ചേട്ടാ, അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ എങ്ങനെയാണ് പ്രതീക്ഷകൾ പങ്കുവെക്കുന്നത്? നല്ല ആത്മവിശ്വാസമാണ്. 2 ഘട്ടം പര്യടനം മണ്ഡലങ്ങൾ പൂർത്തിയാക്കി. ഇപ്പം മണ്ഡലം കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പര്യടനം പൂർത്തിയാക്കുമ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ആത്മവിശ്വാസമുണ്ട്. 4 ലക്ഷത്തിലേറെ വോട്ടുകൾ പിടിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിന് കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ NDA ജയിക്കും. വിജയം തന്നെയാണ്. പിന്നെ വിജയത്തിൽ കുറഞ്ഞ ഒന്നുകൊണ്ട് തൃപ്തരല്ല, വിജയിക്കും. 2019 85,225 വോട്ടിനാണ് MK രാഘവൻ വിജയിച്ചത്. BJP 1,61,216 വോട്ടും പിടിച്ചിരുന്നു. ഇരുത്തം വന്ന 3 പേരുടെ തലയെടുപ്പുള്ള മത്സരമാണ്. നല്ല ഒന്നാന്തരം രാഷ്ട്രീയ പോര്. ഇവിടെ പ്രവചന വിദഗ്ധരുടെ സൂത്രവാക്യങ്ങളൊന്നും തൽക്കാലം വിജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ കാത്തിരിക്കുകയല്ലേ ജൂൺ 4 വരെ. കോഴിക്കോട് നിന്ന് പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24.